ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പട്ടാമ്പി ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഞാൻ പാലക്കാട്ടേക്ക് പോവുക. അപ്പോൾ നമുക്ക് രാജപ്രഭ ബസ്സാണ് കിട്ടിയത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. നല്ല സുഖമാണ് കേട്ടോ അതിൽ യാത്ര പോവുക. ഇത് കിട്ടിയത് ഞാൻ ഇപ്പോൾ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പെട്ടെന്ന് എത്തും. എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ മേലെ പട്ടാമ്പി കഴിഞ്ഞു കേട്ടോ. ഈ റോഡൊക്കെ പണ്ട് നല്ല കുണ്ടും കുഴിയായിരുന്നു. യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ റോഡൊക്കെ നേരെയാക്കി നല്ല സുഖപ്പോൾ യാത്ര ചെയ്യട്ടോ. ഒരു കുത്തിക്കുലങ്ങളെ ഒന്നുമില്ല. നല്ല സുഖമായ യാത്രയാണ്. പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് 56 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വാഹനം അത് ബസ്സാണ്. ബസ് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. ബസ്സിൽ എത്ര യാത്ര ചെയ്താലും എനിക്കൊരു മടുപ്പില്ല, ക്ഷീണമില്ല, വയ്യായില്ല, ഒന്നുമില്ല. ഒരു മാസമല്ല, ഇനി 2-3 മാസം വരെയും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യും. അതൊരു കുഴപ്പമില്ല. അങ്ങനെ നമ്മളിപ്പോൾ കുളപ്പുള്ളി എത്തിയിട്ടോ. കുളപ്പുള്ളി ഇപ്പോൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. ഗേറ്റ് പൂട്ടി, ഒരു തീവണ്ടി വരാനുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തീവണ്ടി വരുന്നത് നമുക്കൊന്ന് കാണാം. അങ്ങനെ കാത്തിരുന്ന തീവണ്ടി വന്നു. ഈ തീവണ്ടിയുടെ ഒച്ചയും ബഹളും ഇതിലൊന്ന് കിടന്നോട്ടെ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ഡ്രൈവർ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാട്ട് നമുക്ക് യൂട്യൂബ് മാമൻ പണി തരും. അങ്ങനെ എനിക്കൊരുപാട് പണി തന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ തീവണ്ടി കടന്നുപോയി. ഇനി നമുക്ക് പോവാം. ഒരു തെറ്റ് പറ്റിയിട്ടോ. ഇത് കുളപ്പുള്ളിയല്ല, വാടനാംകുറിശ്ശി സ്റ്റേഷനാണ്. ഓക്കെ. കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതുവഴി കടന്നു പോകുന്നത്. ഇവിടെ റെയിൽവേ പണി നടക്കുന്നുണ്ട്. ഇവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ബസ്സുകൾ ഇതിലെ പോകുന്നുണ്ടായിരുന്നില്ല. ഏതൊക്കെ വഴി തിരിച്ചു വിട്ടിട്ടാണ് പോകുന്നത്. ഒരു ദിവസം ഷൊർണൂരിൽ നിന്ന് ഞാൻ ഇതിൽ വന്നു. 9 മണിക്ക് കുളപ്പുള്ളിയിലെത്തി. പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ 9 മണിയായി. പിന്നെ ഞാൻ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ബ്ലോക്കൊന്നുമില്ല, സുഖമാണ്. എന്നാൽ നമുക്ക് വീണ്ടും യാത്ര മുന്നോട്ട് പോവാം. ബസ്സിൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് മുന്നിലുള്ള ആ പെട്ടി സീറ്റിൻ്റെ അവിടെ സ്ഥലം കിട്ടി. അത് നന്നായി എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. നേരെ ചൊവ്വനെ വീഡിയോ ഒക്കെ ഒന്ന് പിടിക്കാമല്ലോ. പിന്നെ ബസ്സിന് വലിയൊരു കുത്തിക്കുലുക്കൊന്നുമില്ല. യാത്ര ചെയ്യാൻ നല്ല സുഖമുള്ള ബസ്സാണ്. പെട്ടെന്ന് എത്തും ചെയ്യും. ഇന്ന് വെയിലും ഇല്ല, മഴയില്ല, അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ്. എന്നാലും നല്ല സുഖമുള്ളൊരു യാത്ര കേട്ടോ. ചൂടൊന്നുമില്ല. എനിക്ക് ചൂട് തീരെ ഇഷ്ടമില്ല. ഇപ്പോൾ നമ്മൾ പാലക്കാടിൻ്റെ ഒരു വനം പ്രദേശത്ത് എത്തിയെന്ന് പറയാം. വനമല്ല, എന്നാലും ചുറ്റിനും വനാണ്. നല്ല തണുപ്പാണ് ഇവിടെ കേട്ടോ. നല്ല കാറ്റുണ്ട്. ഉറങ്ങിപ്പോണത് അറിയില്ല. പാലക്കാടിൻ്റെ യാത്ര അതൊരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. അത് ഇവിടെ തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ഒരുപാട് സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, അവിടെ ഒന്നുമില്ല.